കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA ആൻഡ് കാനഡ. ഹലോ ഗൈസ്, നമ്മൾ നാട്ടിൽ പോവാണ് അങ്ങനെ ഫൈനലി. അപ്പോൾ ദുബായിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് എയർ ഇന്ത്യയിലാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ എന്താ പരിപാടി? രാവിലെ നല്ല നവീനുണ്ട് എൻ്റെ കൂടെ. ഞാൻ ദുബായ് വരുമ്പോഴത്തേക്കും പണി കൊടുക്കണ്ടേ. നമ്മൾ രാവിലെ നല്ല ദോശ കഴിക്കാൻ വേണ്ടി പോകണം. ദോശ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ എയർപോർട്ടിലേക്ക് പോകാം. അതാണ് പരിപാടി. Good morning. Checking out. Yeah. Everything done, sir. All good. We had a good stay. Yeah. Thank you. You paid by your points, right? Yeah. You had breakfast? No. It's included. It's okay. I'm going. Yeah. Thank you. so much. Thank you. Bye. Thank you. Bye bye. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. കഴിക്കണോ വേണ്ടല്ലോ? നമുക്ക് ദോശ കഴിച്ചാൽ പോലെ. എനിക്ക് ദോശ കഴിച്ചാൽ മതി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് അതെ, ഇവിടെ മറ്റേ ക്രോസോണ്ടും മറ്റേ സാധനങ്ങളും കിടതാപ്പും മറ്റേ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതെ അതെ അതെ. ഹായ്, ഞങ്ങളിപ്പോൾ ഷാർജയ്ക്ക് പോവാണേ. ഷാർജയിൽ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഫുഡ് കഴിക്കണം. ഇവിടെ ഫുഡ് കഴിക്കണുള്ള വിശന്നിട്ട് അതുപോലെ ഇന്നലെ ആകെ ഇപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് 2 ദിവസം എന്തായാലും പ്രശ്നങ്ങളായിരിക്കും. വയറിനും പിന്നെ ശരീരത്തിനൊക്കെ പ്രശ്നങ്ങളായിരിക്കും. സെറ്റ് ആവണം. ടൈം സോണിനെ മാറണം. അതായത് ഭക്ഷണം കഴിക്കുന്ന സമയം മാറും, ടോയ്ലറ്റിൽ പോകുന്ന സമയം മാറും, ഉറങ്ങുന്ന സമയം മാറും. ഇത് ശരിക്കും ഈ നമ്മളിത്ര ഈ US-ലേക്കുള്ള യാത്രയിലാണ് ഏറ്റവും വലിയ ഈ ഒരു ജെറ്റ് ലാഗിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഈ ബോഡി സെറ്റായി വരാനായിട്ട് വരുന്നത്. ഞാനപ്പോൾ ആലോചിക്കുന്നൊരു പ്രശ്നം, എൻ്റെ ഒരു എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുന്നൊരു കാര്യമായിരുന്നു, ഈ എയർലൈൻ ക്രൂവിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇവർ നിരന്തരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും ഇവരുടെ ഈ ഒരു ശരീരത്തെ ഈ ഒരു ജെറ്റ് ലാഗും ടൈം ഡിഫറൻസും ഒക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും. അത് ഭയങ്കര പ്രശ്നമല്ലേ. ഇവിടെ സാരംഗ ഭോജനശാല എന്നും പറഞ്ഞുകൊണ്ട് ഒരു തമിഴ് സ്റ്റൈൽ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞ് നല്ലതാണെന്ന് പറഞ്ഞ് എൻ്റെ ദോശ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ ഉണ്ടോ പോയി നോക്കട്ടെ. ഉറപ്പായിട്ട് ചീത്ത വിളിക്കും. ദോശ കഴിക്കാൻ വന്ന ഞങ്ങൾ ഒരു മിനി ടിഫിൻ വാങ്ങിച്ചു. മിനി ടിഫിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും കുഞ്ഞി മസാല ദോശ, ഉഴുന്നുവട, സാമ്പാർ, കേസരി, ഉപ്പുമാവ്, മിനി ഇഡലി, ചമ്മന്തി, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. ഇതിലൂടെ കാപ്പിയും കിട്ടും. ഇതാണ് ഒരു മിനി ടിഫിൻ. എല്ലാ ക്വാണ്ടിറ്റി ഉണ്ട്. കുഴപ്പമില്ല, നല്ല ഇതാകുമ്പോൾ ദോശയും ഇഡലിയും ഉഴുന്നോടയും ഉപ്പുമാവും എല്ലാം കഴിക്കാം അല്ലേ. എല്ലാം ഇച്ചിരി ഇച്ചിരി കൂടി മാറ്റാം. ഹായ്, അയച്ചോടാ കെട്ടിപ്പിടിച്ച് വന്നപ്പോഴേ ആണല്ലേ. എന്താ മിഠായി? മിഠായി എന്താ? ഏതാ ഫേവറേറ്റ് മിഠായി? ഞാൻ ഈ ട്രോഫീനെ ആദ്യമായിട്ടാണ് കാണുന്നേ. ഇല്ല, ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല. ആർക്കാ വേണ്ടേ മിഠായി? മിഠായി വേണോ? മിഠായി വേണോ? മിഠായി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ മിഠായി തരാമേ. ഇതിനകത്ത് കിറ്റ്കാറ്റ് ഉണ്ട്, ബൗണ്ടി ഉണ്ട്, കുറേ മിഠായി ഉണ്ട്. വേണോ? എന്നാ മിഠായി വേണോ? ടാറ്റ പോവാം. ടാറ്റ കൊണ്ടോ? വരുമോ? ടാറ്റ പോവാം. നമുക്ക് കാറിൽ കയറി നമ്മള് വിമാനത്തിലൊക്കെ കയറി പോവാം. ബാ. അപ്പൂപ്പൻ്റെ അമ്മൂമ്മ അടുത്ത് പോണോ? കോഴഞ്ചേരി പോണോ? വരുന്നോ? കോഴഞ്ചേരി കൊണ്ടുപോയിട്ടുണ്ടോ? എത്ര ഓണത്തിന്? ആണല്ലേ. ഓക്കെ വരുന്നത്. എന്നാ വിശേഷം? എങ്ങനെ പോകുന്നു? ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറേ അതെ. ഞാൻ പറഞ്ഞത് നമുക്ക് രാവിലെ എണീറ്റ് ഞാൻ കഴിഞ്ഞോണം കാണുമ്പോൾ ഇവിടെ ചെറുതാ. ഇവൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടോ? ആർട്ടിച്ചോക്ക് ഫിലിം ഫാക്ടറി. ഐ വുഡ് ട്രാവൽ ഡൗൺ ടു ഹെൽ ആൻഡ് റെസ്റ്റ് ലെവേ. എന്താ ഇത് നിന്റെയാണോ? അല്ല, അയാളുടെ വെർണർ. ഞാൻ വിചാരിച്ചു നീ ഇത്രക്കൊക്കെ ആയോ ഞാൻ ആക്ച്വലി കരുതുമായിരുന്നു. ശരി, ഇവന്റെ സ്റ്റുഡിയോ ഉണ്ടോ? നല്ല സെറ്റപ്പാടാ. ഇത് എന്തുവാടാ? ഇത് എന്തൊക്കെയാടാ? ഇതെന്തുവാടാ ഈ പെട്ടിക്കകത്ത്? ഇതിനകത്ത് ഇതെന്ത് ക്യാമറയാ? ആണോ? പിന്നെ കുറെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഹായ്, ഹലോ. എനിക്ക് വയ്യ, അമ്മ സെറ്റപ്പാ കേട്ടോ. അടിപൊളിയാ. സിനിമാ പിടുത്തവും സിനിമാ അഭിനയവും
എല്ലാ പരിപാടികളും. മോളൂസ് ഇത് എൻ്റെ അടുത്ത് വരുമോ നീ? ടാറ്റ കൊണ്ടാ വരുമോ? ഒരു ഉമ്മ വരുമോ? ഒരു ഉമ്മ ഉണ്ട് ഒരു ഉമ്മ എനിക്ക് ഉമ്മ വേണ്ട, ഞാൻ ഉമ്മ വരാം അതല്ലേ. നമ്മളങ്ങനെ ഷാർജയിൽ നിന്ന് ആ തിരക്കെല്ലാം കഴിഞ്ഞ് ദുബായ് എത്തി. ഷാർജ ദുബായ് പോക്കൊരു വലിയ ചടങ്ങ് പിടിച്ച പരിപാടിയാ അല്ലേ? കഴിഞ്ഞ ഞങ്ങൾ തമാശക്ക് ഇങ്ങനെ ഒരു വർക്കിന് പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇപ്പം ഷാർജയിൽ അത്യാവശ്യം ഒരു പാമോ ആ ഭാഗത്ത് എവിടെയാണ് വർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ മിനിമം 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ ഒരു വൺ സൈഡ് അവർ വണ്ടിയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60 ദിവസം ഒരു വർഷത്തിൽ അവർ വണ്ടിയില്ല. എന്താല്ലേ ഭയങ്കര ട്രാഫിക്കാണ്. പ്രത്യേകിച്ച് ഉച്ച വരെ ഷാർജയിൽ നിന്ന് ദുബായിക്കും, ഉച്ച കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് ഷാർജയ്ക്കും. കാരണം ഈ റെന്റൊക്കെ കുറവായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഈ ഷാർജയിലായിരിക്കും താമസിക്കുക, ദുബായിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ ദുബായ് ഷാർജ ഭയങ്കര ട്രാഫിക്കാണ്. കാരണം മെട്രോയും ഇല്ലല്ലോ ദുബായിൽ നിന്ന് ഷാർജയ്ക്ക്. അപ്പോൾ ബൈ റോഡ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് ഷാർജയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പകുതി ജീവിതം വണ്ടിക്കകത്ത്. അപ്പോൾ നടക്കട്ടെ, അപ്പോൾ കാണാം. ഓക്കെ ശരി, ബൈ ബൈ. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. എയർ ഇന്ത്യ. നമ്മളിന്ന് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. എയർ ഇന്ത്യയുടെ A320 വിമാനം ദുബായ് കൊച്ചി എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഒരു ഷെഡ്യൂളാണ്. എൻ്റെ ഒരു ഫേവററ്റ് എയർലൈനും അതേപോലെ തന്നെ ഫേവററ്റ് ഷെഡ്യൂളുമാണ്. ദുബായിൽ നിന്ന് പകൽ ഈസി ആയിട്ട് കൊച്ചിക്ക് പോകാൻ പറ്റിയ ഒരു വിമാനം. എയർ ഇന്ത്യയിൽ നമ്മൾ പോകുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, ബോർഡിംഗ് പാസൊക്കെ കിട്ടി, ട്രെയിനിൽ കയറി നമ്മളിപ്പോൾ അടുത്ത ടെർമിനലിലേക്ക് പോകാം. ഇൻഡിഗോ ഉണ്ട്, അർക്കി അതേതാണെന്ന് എനിക്കറിയത്തില്ല. അർക്കി എന്തൊക്കെയോ കുറേ വിമാനങ്ങൾ, ഇഷ്ടംപോലെ വിമാനങ്ങളുണ്ട്, പുതിയ കുറേ വിമാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്യൂട്ടി ഫ്രീന്നേ ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടും. സോ അതാണ് ഇവിടുത്തെ സംഭവം. അവരുടെ ദുബായ് ഡ്യൂട്ടി ഫ്രീ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെബ് ഷോപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടെ വന്നത് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഹലോ, ഈസ് ദർ എനിവൺ? ഹലോ 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 വരുമായിരിക്കും. ഞാൻ മറ്റേ ആൽക്കഹോളാണ് വാങ്ങിച്ചത്. 1200 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അതായത് ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റാ? 10% അല്ലേ? 10% ഡിസ്കൗണ്ട്. എത്ര നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ട്, വലിയ എമൗണ്ട് അല്ലേ? ലോഞ്ചിൽ കയറാം. ലോഞ്ച് ഹായ്. ഇതിവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ലോഞ്ച്. നമ്മൾ എയർ ഇന്ത്യ ഇൻവിറ്റേഷൻ തരുന്നത് ഇവിടെ അല്ല, നമുക്ക് കാർഡ് ഉപയോഗിച്ച് കയറാവുന്ന സ്ഥലമാണ്. താങ്ക് യു. ഇത് വൻസിട്ടുണ്ടല്ലോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. I'm good, how are you? Yeah. Can I get a glass of champagne? Yeah, sure. Yeah, thank you. And some water. നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്കിനും അവർ വെറുതെ നമ്മളെ വിഷ് ചെയ്യുന്നു. ഹൗ ആർ യു, ഹൗ വാസ് യുവർ ഡേ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്താ അല്ലേ, ഇതൊക്കെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഫസ്റ്റ് ക്ലാസ് ലോഞ്ചാണ്. ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിന് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മെനു കാർഡ് ഉണ്ടാവും, പിന്നെ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം, അവർ കൊണ്ട് തരും, പ്രീമിയം ലിക്കേഴ്സൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി. താങ്ക് യു. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. കയറി വന്നപ്പം ഞാൻ ഷാമ്പയിൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഷാമ്പയിൻ കൊണ്ട് തന്നു. അതിവിടെ വന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് ഒഴിച്ചു തന്നു. ശരിക്കും അതാണ് അതിൻ്റെ രീതി. അവർക്ക് വേണമെങ്കിൽ ഇത് കുപ്പി ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ മുമ്പിലൂടെ കൊണ്ടുവയ്ക്കാം. പക്ഷേ യൂഷ്വലി അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ മുമ്പിൽ വെച്ച് ഒഴിച്ചു തരണം. അപ്പോൾ സീ യു, നൈസ് ടു മീറ്റ് യു, ബൈ. ഓക്കെ ശരി, അപ്പോൾ കാണാം, ബൈ. റൈറ്റാ അല്ലേ? ഓക്കെ ശരി, ബൈ. മീറ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ടാണ് ജിതിൻ. ഇവിടുത്തെ എയർപോർട്ടിലെ ലോഞ്ചസും ഹോട്ടൽസും ഒക്കെ നോക്കുന്ന മാനേജറാണ്. സോ കുറേ വർഷമായിട്ട് പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. ഇതിലൂടെ ദുബായ് വഴി പോകുമ്പോഴത്തേക്കിനും ഞങ്ങളിങ്ങനെ കാണും, ഹലോ പറയും. നമ്മുടെ ബോർഡിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നുന്നു. എയർ ഇന്ത്യയുടെ 320 ഫ്ലൈറ്റാണ്. ആക്ച്വലി 6-7 വർഷം പഴക്കമുള്ള ഫ്ലൈറ്റാണ്, പക്ഷേ അത് റീഫർബിഷ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് പ്രീമിയം എക്കണോമിയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പുതിയ സീറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉള്ള ഫ്ലൈറ്റ് ആയിരിക്കും. പക്ഷേ വൈഫൈ ഒന്നും ഉണ്ടാവില്ല, അതാണ് എയർ ഇന്ത്യയുടെ പ്രശ്നം. എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി 350 വിമാനങ്ങളിൽ മാത്രമേ വൈഫൈ ഉള്ളൂ. ചെറിയ വിമാനങ്ങളിൽ വൈഫൈ ഇതുവരെ ഇല്ല, ഒരു ഭാവിയിൽ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ വൈഫൈ ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണല്ലോ വിമാനത്തിലൊക്കെ. അയ്യോ, ഫൈനൽ കോൾ ആയി കേട്ടോ. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ കയറിയെന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് ഫൈനൽ കോൾ. എല്ലാവരും കയറി കഴിഞ്ഞു. ഫ്ലൈറ്റ് ഇവിടെ നിന്ന് 20 മിനിറ്റ് മുമ്പ് മാത്രമേ ഗേറ്റ് ക്ലോസ് ചെയ്യുള്ളൂ.
സോ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഹായ്, 1 second. Thank you, sir. താങ്ക് യു. കണ്ടോ, ഇതാണ് ഒന്നുകിൽ ആദ്യം കയറണം, ഇല്ലെങ്കിൽ അവസാനം കയറണം. അപ്പോൾ രാജാവിനെ പോലെ കയറാം. എല്ലാവരും കയറി കഴിഞ്ഞ് നമ്മളിപ്പോൾ ലാസ്റ്റ് പോയി കയറും. ഒരു മനുഷ്യനില്ല, എന്താല്ലേ ബോർഡ് ലൈക്ക് VIP. പക്ഷെ ലാസ്റ്റ് സമയത്ത് ചില സമയത്ത് പാളിപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പണി പാളും. എന്താല്ലേ കാലി വിമാനത്തിൽ കയറുന്ന പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അങ്ങനെയല്ല, കാലിയല്ല, ഫ്ലൈറ്റ് ഫുള്ളാണ്. ബിസിനസ് ക്ലാസ്സും എക്കണോമിയും എല്ലാം ഫുള്ളാണ്. വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഇൻസൈഡ്. ഇത് കൊച്ചിയിൽ നിന്ന് വന്ന ഫ്ലൈറ്റാണ് കേട്ടോ. കൊച്ചിയിൽ നിന്ന് വന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ്. ഹായ്, താങ്ക് യു. 1F. Each 1F is the window seat over there. Thank you. First one. ടേക്ക് ഓഫ് ചെയ്തു. ഒരു ഷാമ്പയിൻ കൊണ്ടു തന്നു. കണ്ടില്ലേ, ആദ്യം തന്ന ഷാമ്പയിൻ വേറെ ഗ്ലാസ്സിലായിരുന്നു. അത് ഷാമ്പയിൻ ഗ്ലാസ് ആയിരുന്നില്ല. ഇതിപ്പോൾ ഷാമ്പയിൻ ഗ്ലാസ്സിലാണ് കൊണ്ട് തന്നേക്കുന്നത്. Hot? Orange. What do you have? You mean the tandoori? Yes. one? Hot. Okay. Anything else, sir? From the bar? Champagne. Champagne? എൻ്റെ ഭക്ഷണം വന്നു. ശരിക്കും ഞാൻ ആക്ച്വലി ക്യാബിൻ സൂപ്പർവൈസറോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇമെയിൽ വയ്ക്കും. അതായത് ഇവർ മെനു ഒക്കെ തരുന്നുണ്ട്, ഫുഡിൻ്റെ മെനു തരുന്നുണ്ട്, കുറേ സാധനങ്ങൾ മെനുവിലുണ്ട്. പക്ഷേ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അവർ പറയുന്നത്, നമ്മൾ ഓർഡർ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അതില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പറയാൻ പോയപ്പോഴത്തേക്കിനും ചിക്കൻ ബ്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു. ഈ ബിസിനസ് ക്ലാസ്സിലാകെ 8 സീറ്റേ ഉള്ളൂ. അതിനകത്ത് 7 സീറ്റ് ആൾക്കാരുള്ള ഒരു സീറ്റ് കാലിയാണ്. എന്നിട്ടും നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് എയർഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്താണ്, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇന്ത്യൻ കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഫുഡാണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഈ യാത്ര ചെയ്യുമ്പം അങ്ങനെയാണല്ലോ. ഇതിനകത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാര്യത്തിൽ. എന്തായാലും ഇത് കഴിക്കണം, വേറെ വഴിയില്ല. ഫുഡൊക്കെ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അത് ശരിയാക്കുമായിരിക്കും. के आसपास या सीट पॉकेट से चीजें फेंकना चाहें तो ट्रेज will not be permitted once the seatbelt sign is switched on. Thank you. Thank you. Bye. അടിപൊളിയാണല്ലോ. എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. സോഫയൊക്കെ ആയിട്ട് കൊള്ളാം. അത് ഭാഗത്ത് വെച്ചോ. അവിടെ തന്നെ വെച്ചോ. താങ്ക് യു. അങ്ങനെ നാട്ടിലെത്തി ഗൈസ്. പ്രശാന്ത് എന്നാ ഉണ്ട്? പ്രശാന്ത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ നേരെ ഇറങ്ങി വന്നു, ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു, ബാഗ് എടുത്ത് നേരെ ഔട്ട്സൈഡ്. ഇവിടെ കൊച്ചി എയർപോർട്ടിൽ ഇപ്പോഴും എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, പിക്ക് ചെയ്യാൻ വരുന്നവർക്ക് മര്യാദയ്ക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ, ഇപ്പോഴും കൊച്ചി എയർപോർട്ടിൽ അവർ ചെയ്തിട്ടില്ല. കൊച്ചി എയർപോർട്ട് എനിക്ക് ആകെ ഇഷ്ടമില്ലാത്ത കാര്യമുള്ളത്, ബാക്കി എല്ലാം അടിപൊളിയാണ്. ആ ഒരു ഫസ്റ്റ് ഏരിയ മൊത്തം ടാക്സിക്കാർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ആ ഏരിയ മൊത്തം ടാക്സിക്കാർക്ക് വേണം, എല്ലാവരും ടാക്സിയിലാണോ പോകുന്നത്? അല്ലല്ലോ, പിക്ക് ചെയ്യാൻ വരുന്നവരല്ലേ കൂടുതലും. അപ്പോൾ അവർക്കും കൂടെ സൗകര്യം കൊടുക്കണ്ടേ? ഇല്ലേ പാർക്കിങ്ങിൽ കൊണ്ടിട്ടിട്ട് വണ്ടി എടുത്തിട്ട് വന്നിട്ട് പിക്ക് ചെയ്തിട്ട് പോകണം. അവിടെ മര്യാദയ്ക്ക് നിർത്തി ഒന്ന് ബാഗ് വണ്ടിക്കകത്ത് കയറ്റാനോ അങ്ങനത്തെ മര്യാദയ്ക്കുള്ളൊരു സൗകര്യം എയർപോർട്ട് അതോറിറ്റി നിങ്ങൾ കൊടുക്കണം. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിലും അവർ ചുമ്മാ അവിടെ വണ്ടി നിർത്താൻ പോലും സംഭവിക്കില്ല. പിന്നെ എന്തിനാണ് എയർപോർട്ടിൽ പിക്കപ്പ് ഡ്രോപ്പ് ഫെസിലിറ്റി? എന്നാൽ പിന്നെ എല്ലാവരും അവിടെ നിർത്തിക്കാതെ പാർക്കിംഗ് കൊണ്ടിട്ടാൽ പോരെ. എല്ലാ പാർക്കിങ്ങുകാർക്ക് പൈസ പിരിക്കാൻ വേണ്ടിയാണോ ആ പരിപാടി ചെയ്യുന്നത് നിങ്ങൾ? അത് ഭയങ്കര മോശമാണ് നിങ്ങൾ കാണിക്കുന്നത്. കൊച്ചി എയർപോർട്ട് അതോറിറ്റി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭയങ്കര മോശമാണ്. വേറെ ലോകത്ത് എല്ലാ എയർപോർട്ടിലും മര്യാദയ്ക്ക് ആൾക്കാർക്ക് പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, ഇവിടെ മാത്രം അതില്ലാത്തത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വീട്ടിലേക്ക് അവിടെ ഋഷിയാതെ വിളിച്ചിട്ട് ഋഷിയുടെ ബഹളമാ. വന്നില്ല, അതെന്താ പറയാ, താമസിച്ചുപോയി. അതെ, ഇവിടെ വന്ന് ഇതിന് ചുറ്റും ഒരു 10-12 റൗണ്ട് കറങ്ങും സൈക്കിളും കൊണ്ട്. ആ, ചുമ്മാ ഇരിക്കുക. അതുകൊണ്ട് അടിച്ച് കീറി ഒറ്റ അവന്റെ പുറകെ നടന്നു വരാനോ ഒക്കത്തില്ല, ഓടി വരാനോ ഒക്കത്തില്ല. അത്ര താഴെ ഇറങ്ങിയിരിക്കുകയായിരുന്നു അല്ലേ? ഇറങ്ങി ഋഷി എന്നാ പരിപാടി വഴക്കാണോ?
ഇല്ല അല്ല അടച്ചു കൂട്ടിയിട്ടിരിക്കുന്നു. അതെ രാത്രിയാണ് രാത്രി ആയില്ലല്ലോ. ആ ഇവിടെ ചിലർക്ക് രാത്രിയായത്. ആണോ? ആ ഹലോ 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 എന്താ ഐ ലവ് യു. മൈൻഡില്ലല്ലോ ഡാൻസ് കളിക്കുന്നു. ഇത്രയും നേരം അവൻ അപ്പ അപ്പ വന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. കെട്ടിപ്പിടുത്തൊന്നുമില്ലേ? വണ്ണം വെച്ചിട്ടൊന്നുമില്ല. അതേപോലെ എന്നാ പരിപാടി? ഇവിടെ വേടാ ഇവിടെ വേടാ മിക്കി മൗസ് കണ്ടു അല്ലേ? അപ്പായ കെട്ടിപ്പിടിക്കാൻ അപ്പായ ഹഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പായ ഹഗ് ചെയ്യില്ലേ? കെട്ടിപ്പിടിക്കും ഉമ്മതാ. ആ ഡിഡ് യു മിസ് മീ? ആണോ? അപ്പ മിസ് യു എ ലോട്ട്. ആണോ? ഇവനൊരു മാറ്റമില്ലല്ലോ, അതുപോലെ തന്നെ ഉണ്ടല്ലോ. നീ വലുതാടാ? നിങ്ങൾക്ക് എപ്പോഴും മിന്നു ബേബി ആയിട്ടിരുന്നാ മതിയോ? മിക്കി മൗസ് അവൻ ഇപ്പോഴാ കണ്ടതല്ലേ? അപ്പൊ അവിടെ മിക്കി മൗസിന്റെ പെട്ടി എങ്ങനെ ഉണ്ടാ? നല്ലതാണോ? ഇസ് ഇറ്റ് ഗുഡ്? യു ലൈക്ക് ഇറ്റ്? യു ലൈക്ക് മിക്കി മൗസ്? Yes, yes, yes. അടിപൊളിയാണല്ലോ, തിളങ്ങുന്നു. Do you like Mickey Mouse? ഇഷ്ടപ്പെട്ടാ? ഇനി അതിന് എന്നെ ഒന്നും വേണ്ട, ഇനി എന്റെ പെട്ടി മതി അവന്. തീർച്ചയായും പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ മതി. പെട്ടിയൊന്നും ഇപ്പൊ പൊട്ടിക്കത്തൊന്നുമില്ല. ഞാൻ ചോദിച്ചവനോട് അപ്പ എന്താ മേടിച്ചത്, ഒന്നും പറഞ്ഞില്ല. നിന്നോട് പറയാം. ആണോ? ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. മിക്കി മൗസിന്റെ വെട്ടി ആണെന്നുള്ളത് അവന് മനസ്സിലായി. അപ്പാടെ എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇഷ്ടപ്പെട്ട അപ്പാടെ ഷൂസ്? ഋഷിക്ക് അപ്പ ഷൂ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടിക്കകത്തുണ്ട്. ഋഷിക്ക് അപ്പ ഷൂ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലത്തെ കേട്ടോ, ന്യൂ ബാലൻസിന്റെ ഷൂസ് ആണേ കേട്ടോ. തിളങ്ങുന്നു ഷൂസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നന്നായിട്ട്. ഞങ്ങള് കോഫി ഡേറ്റിന് ഇറങ്ങിയതാണ്. അതെന്റെയാ എന്റെ സാധനം എടുത്ത് കഴിച്ചിട്ട് ഞങ്ങള് കോഫി ഡേറ്റ് വിത്തൗട്ട് ഋഷി. ആക്ച്വലി ഞങ്ങൾ അങ്ങനെ പോവാറില്ല. ഋഷിയുമായിട്ട് എല്ലായിടത്തും പോവാറുള്ളൂ. വല്ലപ്പോഴും അവനുമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടേ അല്ലേ? അതിനെ നൈസായിട്ട് മുമ്മയുടെ കൂടെ ഉറക്കാൻ കിടത്തിയിട്ട് ഞങ്ങൾ ചാടി. ലെമൺ കൊറിയൻഡർ സൂപ്പ്, ബ്ലൂബെറി ഷേക്ക്, കാപ്പി, വേറൊന്നുമില്ല. ഇനി മീ ഗൊരേങ് വരും. മീ ഗൊരേങ് അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കും. ഇന്തോനേഷ്യൻ നൂഡിൽസ്. ഞങ്ങള് ഇവിടെ എടപ്പള്ളിയിൽ ചെടികളുടെ പ്ലാന്റ്സിന്റെ മധ്യത്തിലിരുന്ന്, പച്ചപ്പിന്റെ മധ്യത്തിലിരുന്ന് ലെമൺ കൊറിയാണ്ടർ സൂപ്പ് നുകരുകയാണ്. ഗൈസ് നോക്കൂ, ഇന്തോനേഷ്യൻ സ്റ്റൈൽ മീ ഗോരേങ്. ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ? ആ പീനട്ടിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മള് ബാലി പോയപ്പോ ഞങ്ങള് സ്ഥിരം 3 നേരം കഴിച്ചോണ്ടിരുന്ന സാധനം. ഇവര് ഇൻസ്റ്റന്റ് നൂഡിൽസ് വെച്ചിട്ടല്ല, അവിടെ ഇൻസ്റ്റന്റ് നൂഡിൽസ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അത് പൊളിയായിരുന്നു. അത് പൊളിയായിരുന്നു. അത് ആക്ച്വലി മറ്റേ ഇൻഡോമി നൂഡിൽസ് ഇല്ലേ, അത് വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനകത്ത് ആ സോസ് ഉണ്ടല്ലോ, അതാണ് ആ ടേസ്റ്റ് വരുന്നത്.